നമ്മൾ ഈ സെക്ഷനിൽ ഷെറിംഗ് ബ്രിഡ്ജിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെല്ലിൻ്റെ ബ്രിഡ്ജിനെ കുറിച്ച് പഠിച്ചു. എ സി ബ്രിഡ്ജസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സ്വെല്ലിൻ്റെ ബ്രിഡ്ജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് എന്നിവ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്, എ സി ബ്രിഡ്ജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ബ്രിഡ്ജസും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാവുന്ന ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തില്ല, ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ കപ്പാസിറ്റൻസും അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെയും മെഷർ ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഷെറിംഗ് എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്, ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഷെറിങ്സ് ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ ഷെറിംഗ് ബ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെല്ലിൻ്റെ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജും രണ്ടും യൂസ് ചെയ്തത് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെറിംഗ് ബ്രിഡ്ജും പറയുന്നത്. പക്ഷേ അതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് കപ്പാസിറ്റൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷെറിംഗ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ അതുപോലെ ഡെറിവേഷൻ എങ്ങനെയാണ്, ഇക്വേഷൻ ഡെറിവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the bridge is used to measure to a capacitance of the capacitor, depreciation factor and a measurement of relative permittivity. Let us consider the circuit ഷെറിംഗ് ബ്രിഡ്ജ് as shown in below. അതായത് നമ്മൾ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർമിയബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും പിന്നെ ഡിസിപ്പേഷൻ ഫാക്ടറും നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഷെറിംഗ് ബ്രിഡ്ജിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ 2-3 ബ്രിഡ്ജസ് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത് ഷെറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഷെറിംഗ് ബ്രിഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് C1 ഉണ്ട്, അതുപോലെ അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്, R1 ഉണ്ടാവും, C2 ഉണ്ട്, അത് രണ്ടാമത്തെ ബ്രാഞ്ചിൽ എന്തുണ്ട്, C2 ഉണ്ട്, അതുപോലത്തെ മൂന്നാമത്തെ ബ്രാഞ്ചിൽ എന്തുണ്ട്, R3 ഉണ്ട്, അതുപോലെ തന്നെ നാലാമത്തെ ബ്രാഞ്ചിൽ C4 ഉണ്ട്. അതിന് പാരലായിട്ട് എന്തുണ്ട്, R4 എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററുണ്ട്. അപ്പോൾ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും R4 ആയിട്ട് പാരലായിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന 1+ ഇക്വേഷനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ആയപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ 1+, അപ്പോൾ R1ഉം L1ഉം ആണെങ്കിൽ 1+ R1 jω/R1 L1 എന്ന് എഴുതിയിരുന്നു. അതുപോലെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സീരീസ് ആയിട്ട് ഇൻഡക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ jω/L1 എന്ന് എഴുതുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പോലെയല്ല. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, 1/jω/L1 C1 എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ, എഴുതുന്നത് പോലെ. അതുപോലെ തന്നെ പാരലാകുമ്പോൾ 1+ /1+1+ jω/C1 എന്നാണ് വരിക. ഓക്കെ, അത് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴുള്ള വേരിയേഷൻ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാനിത് പറഞ്ഞത്. അത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്ലൈഡുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് C1 എന്ന് പറയുന്നതും R1 എന്ന് പറയുന്നതുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. അൺനോൺ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അത് നമുക്ക് നോക്കാം. അതായത് C2 സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററാണ്, C4 വേരിയബിൾ കപ്പാസിറ്ററാണ്, C3 എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ റെസിസ്റ്ററാണ്, R3 എന്ന് പറയുന്നത്. അതായത് C2ഉം C4ഉം എന്ന് പറയുന്നത് എന്താണ്, C2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്ററാണ്, C4 എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്ററാണ്. അതുപോലെ തന്നെ അതിന് പാരലായിട്ട് എന്തുണ്ട്, റെസിസ്റ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് ലിമിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് R3 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസുമാണ് നമുക്ക് ഉള്ളത്. നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സപ്ലൈ കൊടുത്തിട്ടുള്ളത് എക്കും സിക്കും അക്രോസ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഗാൽവനോമീറ്റർ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബിക്കും ഡിക്കും അക്രോസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം. എന്താണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് E2 = E4 അല്ലെങ്കിൽ E1 = E3 ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം, അല്ലെങ്കിൽ I1 ഏതിലൂടെ മെഷർ ചെയ്യണം, I1 തന്നെ R3 മെഷർ പോകണം അല്ലേ. I1 നമുക്കറിയാം, നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഉണ്ടോ, ഇവിടെ I1 ആണ് കാണിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇവിടെ I1 ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടും I1 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? I1 ആവണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആവുക എന്ന് പറഞ്ഞാൽ ഈ മീറ്റർ എന്തായിരിക്കണം? 0 ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ ആ മീറ്റർ 0 ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ആവും. ബാലൻസ്ഡ് ആകുമ്പോഴുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. ഹെൻസ് C1 ഈസ് അൺനോൺ കപ്പാസിറ്റൻസ്. അതുപോലെ ആൻഡ് R4 ദ വേരിയബിൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ കണക്റ്റഡ് പാരലൽ വിത്ത് വേരിയബിൾ കപ്പാസിറ്റർ C4. വേരിയബിൾ കപ്പാസിറ്ററിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? R4 എന്ന് പറഞ്ഞ റെസിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. Now the supply is given to the bridge between point A and C. The detector is connected between B and D. On the theory of bridges, we have balanced condition Z1 Z4 is equal to Z2 Z3. അല്ലേ? നമുക്കറിയാം ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നൾ ഡിറ്റക്ടർ 0 ചെയ്യും. നൾ ഡിറ്റക്ടർ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ 0 കാണിക്കുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷനായി Z1 Z4 is equal to Z2 Z3 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് കിട്ടുകയാണ് അല്ലേ? ആ കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് വേരിയബിൾ കപ്പാസിറ്റർ എന്ത് ചെയ്തിട്ടാണ്? വേരി ചെയ്തിട്ടാണ്. ഇതിൽ ഓരോ ബ്രിഡ്ജസിലും നമ്മൾ വേരിയബിളായിട്ട് റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഇൻഡക്ടറോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ റേഷ്യോംസ് ആയിട്ട് ഇപ്പോൾ ഇതിൽ C4ഉം R3 എന്ന് പറയുന്ന ഈ രണ്ട് സാധനങ്ങളല്ല, C2 R3 എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളും നമുക്കറിയാം. അതെന്താണ്? ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിനെ വേരിയേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗാൽവനോമീറ്ററിനെ 0 ആക്കാൻ പറ്റില്ല. അതുപോലെ R1 C1 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? കണ്ടുപിടിക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? വാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വാരി ചെയ്യാൻ പറ്റുന്നത് ഒരു എന്താണ്? കപ്പാസിറ്റർ വേരി ചെയ്യുക, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് കൊടുത്തിട്ടുള്ള റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റർ കൊടുത്തിട്ട് അതിലൂടെയുള്ള കറണ്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഗാൽവനോമീറ്റർ 0 ആക്കി. ഗാൽവനോമീറ്റർ 0 ആക്കുമ്പോൾ നമുക്ക് എന്താണ്? കണ്ടീഷനാണ്. നമുക്ക് ഇതുവരെ നമ്മൾ വിസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ മുതൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം Z1 Z4 is equal to Z2 Z3 ആണ്. ഇനി നമ്മൾ Z1ൻ്റെ വാല്യൂ, Z4ൻ്റെ വാല്യൂ, Z2ൻ്റെ വാല്യൂ, Z3ൻ്റെ വാല്യൂ, അതായത് ഓരോ ബ്രാഞ്ചിലുള്ള ഇമ്പിഡൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടി ചേർന്നതാണ്? റെസിസ്റ്റൻസ് പ്ലസ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൽ രണ്ടെണ്ണം എന്തുണ്ട്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പ്ലസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇത് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഓക്കെ, ആ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഇക്വേഷനിലേക്ക്. Z1 Z4 is equal to Z2 Z3 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്ഥലത്ത് കിട്ടുന്നത് എങ്ങനെ? R1 പ്ലസ് 1/j⍵C1. അത് ഏതാണ്? ഒന്നാമത്തെ ബ്രാഞ്ച്. അതായത് ഒന്നാമത്തെ ബ്രാഞ്ച് ആണ് ഒരു കപ്പാസിറ്ററും റെസിസ്റ്റൻസും പാരലായിട്ട് റെസിസ്റ്ററും കപ്പാസിറ്റൻസും പാരലായിട്ട് സീരീസ് ആയിട്ടാണ് കൊടുത്തത്. ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ R1 പ്ലസ് j⍵L1 എന്നായിരുന്നു നമ്മൾ കൊടുത്തത്. അത് ഇൻഡക്ടറിൻ്റെ കേസിലാണ്. കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/j⍵C1 ആണ്. അപ്പോൾ R1 പ്ലസ് 1/j⍵C1 എന്ന് വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് R4 ആണ്. R4 എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും എന്താണ്? പാരലലാണ് അല്ലേ? റെസിസ്റ്ററും കപ്പാസിറ്ററും എന്താണ്? അപ്പോൾ അടുത്തത് R1 ഞാൻ പറഞ്ഞു രണ്ടെണ്ണം കപ്പാസിറ്റർ ആകുമ്പോൾ എങ്ങനെയാണ്? 1+ എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ഡിവൈഡർ ബൈ 1+ എന്നാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ആ ഇക്വേഷനാണ് നമ്മൾ രണ്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും പാരലായപ്പോൾ R4 ഡിവൈഡർ ബൈ 1+ j⍵C4 R4 എന്നാണ് എഴുതുക. മനസ്സിലായോ? അതാണ് നമ്മുടെ ഇക്വേഷൻ. ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും പാരലായിട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്? അങ്ങനെയാണ്. R4 ഡിവൈഡർ ബൈ 1+ j⍵C4 R4. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്താ ഉള്ളത്? Z2 Z3 ആണ്. Z2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/j⍵C2 അല്ലേ? 1/j⍵C2 ആണ്. R3 എന്ന് പറയുന്നത് R3 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ Z2 Z3 എന്ന് പറയുന്നത് R3/j⍵C2 എന്ന് കിട്ടും അല്ലേ? j⍵C2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടേമാണ്. ഇത് എന്താണ്? RY ഡിവൈഡർ ബൈ എന്ന് പറഞ്ഞാൽ ഇതും ഒറ്റ ടേമാണ്. ഇതിൽ പ്ലസ് ടേമാണ്, ഇതൊരു ടേമാണ്, ഇതും ഒരു ടേമാണ്.
അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, R1 + 1/j⍵ C1 എന്ന് വരും. R4 ഇവിടെ തന്നെ വരും, R4 ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ഭാഗം മൊത്തമായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താണ്, R3 1 + j⍵ C4 R4 എന്ന് വരും. ഓക്കെ, എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് എന്ത്, R1 എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ ഇത് കിട്ടും. എന്താണ്, R1 = R3 C4/C2 എന്ന് കിട്ടും. അതുപോലെ തന്നെ C1 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, C1 എന്ന് പറയുന്നത് ഇതാ, C1 = C2 R4/R3 എന്ന് കിട്ടും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക്. അപ്പോൾ നമുക്ക് C1 കിട്ടി, C2 നമുക്കറിയാം, R4 നമുക്കറിയാം, R3 നമുക്കറിയാം. അപ്പോൾ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, C1 കിട്ടും, R1 കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് എന്നറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷനിൽ മൈനസ് വന്നതൊക്കെ ജെനെ മോളിക്ക് വരുത്തിയിട്ടാണ് ഈ ഇക്വേഷനിൽ എന്ത് വന്നത്, ഡിവൈഡർ/j എന്നുള്ളത് മോളിക്ക് വന്നപ്പോഴാണ് -j ആയി പോയത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്നും ഇമാജിനറി പാർട്ടും അതുപോലെ റിയൽ പാർട്ടും എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഇക്വേഷൻ ചെയ്തപ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് കിട്ടിയത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതായത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നാമത്തെ ടേമിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒന്നാമത്തെ ടേം. നമ്മൾ ആദ്യം എഴുതിയത് തന്നെ എന്ത് ചെയ്തു, R1 + 1/j⍵ C1 R4/1 + j⍵ C4 R4 R3/j⍵ C2 എന്ന് കൊടുത്തു ഒന്നാമത്തേൽ അല്ലേ. ഇനി രണ്ടാമത്തെ കേസ് ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ചെയ്തത്. എന്താ ചെയ്തത്, ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഇവിടെ കൊടുന്ന് എന്ത് ചെയ്തു, പോസ് ചെയ്തു. അപ്പോൾ എന്തായി, 1 + j⍵ C4 R4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്തു, അതുപോലെ തന്നെ വെച്ചു. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്, ഈ R3/j⍵ C2 എന്ന് പറയുന്ന ബ്രാക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ R3/j⍵ C2 1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, സെയിം ടേം തന്നെ കിട്ടി. R3/j⍵ C2 പ്ലസ് എന്ത് കിട്ടി, ഇവിടെ R3/j⍵ C2നെയും ഈ j⍵ C4 R4നെയും എഴുതി. അപ്പോൾ R3/j⍵ C4 R4 ഈ ന്യൂമറേറ്ററും ഇതും /j⍵ C2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതിൽ മുകളിലും അടിയിലും j⍵ ഉള്ളത് കൊണ്ട് ആ j⍵യും ഇവിടുത്തെ j⍵യും എന്ത് ചെയ്തു, വെട്ടിപ്പോയി. ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ്. R1ഉം R4ഉം ഇൻറ്റു ചെയ്തു. അപ്പോൾ R1 R4 അതുപോലെ തന്നെ j⍵ C1ഉം R4ഉം ഇൻറ്റു ചെയ്തു. അപ്പോൾ എത്രയാണ്, R4/j⍵ C1 എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടുത്തെ j⍵ വെട്ടിപ്പോയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി, R3/j⍵ C2 പ്ലസ് R3 R4 C4/C2 എന്ന് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമുക്ക് R1നെ എന്ത് ചെയ്യണം, കിട്ടണം. R1നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിയൽ പാർട്ട് മാത്രം പുറത്തേക്ക് എടുത്തു. റിയൽ പാർട്ട് മാത്രം പുറത്തേക്ക് എടുക്കുമ്പോൾ R1 R4 = R3 R4 C4 C2 എന്ന് വരും. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്തുണ്ട്, C4 R4 കോമൺ ആയതുകൊണ്ട് R4 വെട്ടിപ്പോയി. ഇവിടെ R4 വെട്ടിപ്പോയി, ഇവിടെയും R4 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് ഏതാ, R1 = R3 C4/C2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ C4 നമുക്കറിയാം, C2 നമുക്കറിയാം, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഇമാജിനറി പാർട്സ് ആണ്. ഇമാജിനറി പാർട്സ് = R4/j⍵ C1 R3/j⍵ C2 എന്ന് കിട്ടി. അതിൽ 1/j⍵ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഉള്ളത് കൊണ്ട് 1/j⍵ ഇവിടെ വെട്ടിപ്പോയി. അപ്പോൾ എന്താ കിട്ടിയത്, C2 കിട്ടി. C2 = R4 ഈ R3നെ എന്ത് ചെയ്യും, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്തപ്പോൾ C1 = എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി, R4/R3 എന്ന് കിട്ടി അല്ലേ. R4/R1 C2 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് എന്ത്
ഇവിടെ കാരണം എന്താണ്, അത് R4/R2 ആണ്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1/C ആണ് എന്ത് കിട്ടുന്നത്, R3/R4 എന്ന് കിട്ടുന്നത്. അപ്പോൾ C1 ആകുമ്പോൾ എന്ത് വരും, R4/R3 × C2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഡിറൈവ് ചെയ്തത്. അത് കാരണം ഇതിൻ്റെ മുന്നത്തെ ഉള്ളത് ടോട്ടൽ പോയിൻറ്റ്സ് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയില്ല, മനസ്സിലാവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് കപ്പാസിറ്റൻസും കിട്ടി, അതുപോലെ തന്നെ റെസിസ്റ്റൻസും കിട്ടി. ഓക്കെ, ഇതാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഷെറിംഗ് ബ്രിഡ്ജിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രിഡ്ജസ്, നമുക്ക് ആൻഡേഴ്സൺ ബ്രിഡ്ജും കൂടി ഉണ്ട് എന്നാണ് നമ്മുടെ സിലബസിൽ എന്നാണ് തോന്നുന്നത്. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഷെറിംഗ് ബ്രിഡ്ജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.